ഹലോ. ഇന്നലെ ഞങ്ങൾ കൽപ്പാത്തിയിൽ പോയി. 13, 14, 15 തേര്. ഞങ്ങൾ 12-ാം തീയതി വൈകുന്നേരമാണ് പോയത്. തലേ ദിവസമാണ് പോയത്. എന്താണെന്ന് വെച്ചാൽ എല്ലാ വർഷവും നമ്മൾ ചെറുപ്പം മുതലേ നമ്മൾ അവിടെ അടുത്ത് തന്നെ ആയതുകൊണ്ട് ചെറുപ്പം മുതലേ നമ്മൾ എല്ലാ വർഷവും കൽപ്പാത്തി തേര് ദിവസമാണ്. അത് 3-ാം തേര് ദിവസമൊക്കെ പോവുക. 3-ാം തേര് ദിവസം പോകുമ്പോൾ ഭയങ്കര തിരക്കായിരിക്കും. പിന്നെ 2-ാം തേര് 1-ാം തേരിന് പോയാലും നല്ല തിരക്കുണ്ടാവും. ദൈവത്തിനെ തൊഴുതാനോ വേഗം നന്നായിട്ടൊന്ന് തൊഴുതാനോ ഒന്നിനും അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ പെട്ടെന്ന് പറ്റാറില്ല. കാരണം അത്രയും തിരക്കുണ്ട്. നമ്മൾ തലേദിവസം ഇന്നലെ പോകുമ്പോൾ തന്നെ ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ തേര് ദിവസത്തെ കാര്യം പറയണ്ടല്ലോ. അപ്പോൾ എല്ലാ വർഷവും പോകുമ്പോഴും ഇങ്ങനെ അധികം 3-ാം തേരിന് വൈകുന്നേരമാണ് പോവുക. 3-ാം തേരിന് പോകുമ്പോൾ നമുക്ക് അമ്പലത്തിൻ്റെ അടുത്തൊന്നും പോകാൻ പറ്റില്ല. അത്രയും തിരക്കാണ്. എല്ലാവർക്കും അറിയായിരിക്കും. നമ്മളെ പാലക്കാട്ടുകാർക്കാണെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയായിരിക്കും. അപ്പോൾ ചെറുപ്പത്തിലൊക്കെ ഞങ്ങൾ തേരിന് പോകുമ്പോൾ തേര് ഓടുന്ന സ്ഥലത്ത് പോയി നിന്നിട്ട് ചെറുപ്പത്തിലൊക്കെ എനിക്ക് തേരിന് പോകാന്ന് പറയുമ്പോൾ നമ്മൾ തേരിനുള്ളിൽ ദൈവത്തിനെയാണോ കൊണ്ടുപോകണമെന്നോ ദൈവമാണോ ഉള്ളതെന്നൊന്നും നമുക്കറിയില്ല. ഈ 5-ലും 6-ലും പഠിക്കുന്ന പ്രായത്തിലൊക്കെ നമ്മൾക്ക് കൽപ്പാത്തി തേര് പറയുമ്പോൾ തേര് വലിക്കുന്ന അവിടെ പോയി നിൽക്കുക, കുറേ ഐസ്ക്രീം വാങ്ങി കഴിക്കുക, സ്നാക്സ് വാങ്ങി കഴിക്കുക, അതൊക്കെ മാത്രമേ മൈൻഡിലുണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മൾ വലുതായപ്പോഴാണ് ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് അത്രയും അറിയണത്. അപ്പോൾ ഇന്നലെ ഞാനും മോനും ഹസ്ബൻഡും കൂടെയാണ് പോയത്. അപ്പോൾ നല്ലോണം തൊഴുതാൻ പറ്റി. കാരണം തിരക്കുണ്ടെങ്കിലും തലേ ദിവസം തന്നെ നല്ല തിരക്കുണ്ടെങ്കിലും പ്രത്യേകിച്ച് അങ്ങനെ വലിയ നമ്മളങ്ങനെ വേഗം വേഗം കടത്തി വിടണമൊന്നുമില്ല. നന്നായി തൊഴുതാനൊക്കെ പറ്റി. പിന്നെ എൻ്റെ മോൻ ഇപ്പോൾ കുറേ സാധനങ്ങൾ വേണം പറഞ്ഞു. പക്ഷേ എന്നാലും ഇപ്പോൾ അധികമൊന്നും വാങ്ങിക്കാൻ പറ്റിയില്ല. പിന്നെ അവന് ടാറ്റു ആണെന്ന് പറഞ്ഞിട്ട് ടാറ്റു ഇടണം. മൈലാഞ്ചി പോലത്തെ സാധനമില്ലേ, അത് ടാറ്റു ആണെന്ന് പറഞ്ഞിട്ട് അത് ടാറ്റു ഒട്ടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അവരടുത്ത് അത് ചോദിച്ചു വാങ്ങിക്കണം. അത് ശിവൻ്റെ ഒരു ഇതുള്ള ഒരു ടാറ്റു ആണ് അവൻ ഒട്ടിച്ചത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ നടന്നു. പിന്നെ കുറേ സ്നാക്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു. പിന്നെ അവനൊരു ചെരുപ്പ് പിന്നെ പിന്നെ അൽവ വാങ്ങിച്ചു. അൽവ ഓഫ് കോഴ്സ് നമ്മൾ കൽപ്പാത്തി തേരിനൊക്കെ പോയിട്ട് അൽവയും സംഭവങ്ങളൊന്നും വാങ്ങിക്കാതെ നമ്മൾ വരില്ലല്ലോ. വാങ്ങിച്ചു. പിന്നെ ഹസ്ബൻഡ് കൊണ്ടുപോകണം പറഞ്ഞിട്ട് കുറച്ച് അൽവ വാങ്ങിച്ചു. പിന്നെ അവൻ്റെ പേരെഴുതിയ മോതിരം വേണമെന്ന് പറഞ്ഞു. അപ്പോൾ മോതിരം വാങ്ങിക്കാനായിട്ട് ഇങ്ങനെ നിൽക്കണം. അവനാണെങ്കിൽ എല്ലാ സാധനങ്ങളും വേണം പറയണം. അപ്പോൾ ഇന്ന് അത്രയേ ഉള്ളൂ. താങ്ക് യു.